ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞാലും മന്ത്രി പറഞ്ഞാലും അതൊന്നും അനുസരിക്കാത്ത, അവരുടെ നിർദ്ദേശങ്ങൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുന്ന ഒരു പ്രത്യേക തരം പോലീസ് മാവന്മാർ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ തീരുമാനമാണ് ഇവിടെ അന്തിമം എന്നുള്ള ലൈനിൽ നിൽക്കണ ആ പോലീസ് മാവന്മാരെ കാണണമെങ്കിൽ അതിരപ്പള്ളിയിലേക്ക് പോയാൽ മതി. കഴിഞ്ഞ ദിവസം 24-ന്റെ പ്രാദേശിക ലേഖകൻ റൂബിൻ ലാൽ ജോലിയുടെ ഭാഗമായിട്ട് അതിരപ്പള്ളിയിലേക്ക് പോയി. വാഹനം ഇടിച്ചു കിടന്ന പന്നിയുടെ ദൃശ്യങ്ങൾ എടുക്കാന്നുള്ളതാണ് ലക്ഷ്യം. അവിടെ എത്തി ദൃശ്യങ്ങൾ എടുത്തു. പക്ഷെ അത് നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അത്ര പിടിച്ചില്ല. റൂബിനോടുള്ള മുൻവൈരാഗ്യവും വനം വകുപ്പിന്റെ അഭിമാന പ്രശ്നം കൂടി ആയപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഞാനാണ് ഇവിടുത്തെ രായാവെന്നുള്ള ചിന്ത സട കുടഞ്ഞ് എഴുന്നേറ്റു. ഇത് കാടല്ല, അറിയില്ലേ? വാഹനം ഇടിച്ചു കിടന്ന ആ കാട്ടുപന്നിക്ക് വനം വകുപ്പ് ഒരു ചികിത്സയും കൊടുത്തിട്ടില്ല. അതറിയിക്കാനാണ് റൂബിൻ ആ ദൃശ്യങ്ങൾ എടുത്തത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകളൊന്നും നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് നാട്ടുകാരെ അറിയിക്കണ്ട കേട്ടോ. വാർത്ത കൊടുത്തതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞ് റൂബിൻ ലാലിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു. സംഭവം അറിഞ്ഞ വനമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. പിന്നെ വനം മന്ത്രിനെ അനുസരിക്കലല്ലേ ആയമാരുടെ പണി. മന്ത്രി പറഞ്ഞത് കേൾക്കാണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥര് വ്യാജ പരാതി കൊടുത്തു. അതിൽ റൂബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗവൺമെന്റിന് അനിഷ്ടമായ ഒരു കാര്യം ഉണ്ടായാൽ മതി, മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന ഒത്തിരി സംഭവങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. അതെ, സർക്കാരിനെതിരെയോ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയോ വാർത്ത കൊടുത്താൽ അവരെയൊക്കെ ഇക്ഷ എണ്ണ വരപ്പിക്കും. അതാണ് ഇവിടുത്തെ രീതി. മാത്രമല്ല, രായാവിനേക്കാളും വലിയ രായാവായി നിൽക്കണ ചില ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഇവിടെ. അവർക്ക് എപ്പോഴും അധികാരം ദുരുപയോഗം ചെയ്തില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാ ഇവിടെ 24-ന്റെ മാധ്യമപ്രവർത്തകൻ റൂബിൻ, അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് മാത്രമല്ല ഒരു നികൃഷ്ടമായ രൂപത്തിൽ കൈകാര്യം ചെയ്തു എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. വിവസ്ത്രനെ ഈ ലോക്കപ്പിലടച്ചു, എന്നിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഗുണ്ടാവിളയാട്ടം തടയാൻ പോലീസിന് നേരില്ല. സാധാരണക്കാര് പരാതി തന്നാൽ അത് അന്വേഷിക്കാൻ നേരില്ല. പന്തീരങ്കാവില് സ്ത്രീധന പീഡനം നടന്നപ്പോ പരാതി കൊടുക്കാൻ പെൺകുട്ടിയുടെ വീട്ടുകാർ ചെന്നപ്പോ ആദ്യം പ്രതിനെ സഹായിച്ച ടീംസാണ് അവര്. അങ്ങനെയുള്ള പോലീസുകാർക്ക് സത്യമായ വാർത്തയും അത് റിപ്പോർട്ട് ചെയ്യണതൊന്നും കണ്ണിന് നേരെ കണ്ടുവിടുന്നേ അവരതൊക്കെ ശീലിച്ചു പോയി. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. SP-യെ നിയന്ത്രിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണ്. ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് SHO-യെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി നേതാക്കന്മാരാണ്. ഗുണ്ടകൾക്കൊപ്പം പാർട്ടി നടത്തുക, സാധാരണക്കാരുടെ പരാതികൾക്ക് ഒരു വിലയും കൊടുക്കാണ്ടിരിക്കുക, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം വന്നിട്ടുണ്ടെങ്കിൽ അവരെ തല്ലിച്ചതയ്ക്കുക, സർക്കാരിനെതിരെയോ സർക്കാർ വകുപ്പുകൾക്കെതിരെയോ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ വ്യാജ കേസ് ഉണ്ടാക്കുക, അങ്ങനെ എന്തൊക്കെയോ ഹോബികളാണ് കേരള പോലീസിനുള്ളത്. ഏമാന്മാരുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം ഇടിച്ചു കിടന്ന കാട്ടുപന്നിയുടെ ദൃശ്യം എടുത്തതാണ് 24-ന്റെ പ്രാദേശിക ലേഖകൻ ചെയ്ത കുറ്റം. വാർത്തകളും ദൃശ്യങ്ങളും പകർത്താണ്ട് എങ്ങനെയാ മാധ്യമപ്രവർത്തനം നടത്താ? അത് സാർമാരൊന്ന് പഠിപ്പിച്ചു തരൂ. ഫോട്ടോ എടുത്തുന്നോ? ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകർ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ഏത് കാര്യങ്ങളാ ജനസമക്ഷത്തിൽ കൊണ്ടുവരാൻ പറ്റുക? ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയകളല്ലേ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത്തരം ഉദ്യോഗസ്ഥന്മാരെ ആദ്യം കൊരക്കിന് പിടിച്ചാൽ പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരിവിടെ എന്ത് നിലനിൽപ്പാണുള്ളത്? അങ്ങനെ ചോദിച്ചൂടാ. ക്യാമറയും മൈക്കും ഒക്കെ മാധ്യമപ്രവർത്തകരെ കയ്യിൽ പിടിച്ചോ. പക്ഷെ ഇതുപോലെ സത്യസന്ധമായ വാർത്ത കൊടുക്കാൻ ആരും വിചാരിക്കണ്ട കേട്ടോ. നടക്കില്ല മക്കളെ. ഇവിടെ വനമന്ത്രി പറഞ്ഞിട്ട് കേട്ടില്ല, പിന്നെയാണ് ആ റിപ്പോർട്ട് പരിശോധിച്ച് നിയമലംഘനം നടത്തിയ ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ അതിനിടയിലാണ് കാര്യങ്ങളാകെ മാറുന്നത് നാം കാണുന്നത്. എന്നാലും വനം മന്ത്രിയുടെ നിർദ്ദേശം കിട്ടിയിട്ടും അതിനു മുന്നേ തന്നെ ചാടിക്കേറി ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനും ക്രൂരായിട്ട് മർദ്ദിക്കാനും ഒക്കെ ആരാണോ ഇവർക്ക് ലൈസൻസ് കൊടുത്തത്? എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ CA ആണ് ഉന്തിയത്. അത് അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. മാധ്യമപ്രവർത്തകന്റെ കഴുത്തിൽ പിടിച്ചിട്ട് CI കൊല്ലും എന്ന് പറഞ്ഞു. ശരി, ഏമാന്മാർക്ക് കൊല്ലാനും ധൈര്യമുണ്ടോ? ഇതിപ്പോ വന്ന് ഗുണ്ടകൾ ഏതാ പോലീസ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റണ്ടായല്ലോ. പോലീസ് ഇന്നലെ റോട്ടിലടിച്ചുടച്ച് കണ്ണൻകുഴി തോട്ടിലെറിഞ്ഞ് കളഞ്ഞു. ഒരുപാട് വിഷ്വൽസും വനം വകുപ്പിനെതിരെയുള്ള ഒരുപാട് രേഖകളൊക്കെ ഉണ്ടായിരുന്നു അതില്. ആക്രമിച്ചിട്ടാണ് പിടിച്ചു മേടിച്ചത്. റൂബിനെ മർദ്ദിക്കുക മാത്രമല്ല, റൂബിന്റെ ഫോൺ നിലത്തടിച്ച് പൊട്ടിച്ച് തോട്ടിലെറിഞ്ഞു കളഞ്ഞു. പിന്നല്ലാണ്ട് വനം വകുപ്പിനെതിരെയുള്ള തെളിവൊക്കെ ആ ഫോണിലില്ലേ? അതങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ പറ്റുമോ? കേരള പോലീസ് ജനകീയ പോലീസ് തന്നെ. പോലീസിന്റെ ഇടപെടൽ ജനങ്ങൾക്ക് നല്ല വിശ്വാസം പകരുന്നതാണ്.
അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്നത് പൊതുവെ ഉൾക്കൊണ്ടു പോകേണ്ടതാണ്. നീ ഒന്നും പണയണ്ട. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ കേരള പോലീസിന്റെ അത്രയും തങ്കപ്പെട്ട വേറെ പോലീസുകാർ ഇനി ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. സർക്കാരിനെയും സർക്കാർ വകുപ്പുകളെയും ഒക്കെ വാഴ്ത്തിക്കൊണ്ട് വാർത്ത കൊടുക്കൂ. നിങ്ങളുടെ മേല് ഒരു മണൽത്തരി വിഴണ്ട് പോലീസ് മാമാര് നോക്കും. അല്ല അവരുടെ എല്ലാ വീഴ്ചകളും നാട്ടുകാരെ അറിയിക്കാനാണ് ഭാവമെന്നുണ്ടെങ്കിലേ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ കെട്ടിപ്പൂട്ടി വീട്ടിൽ വെക്കേണ്ടി വരും കേട്ടോ. ചാനൽ പ്രവർത്തകരോട് ഇത്ര ക്രൂരമായ അക്രമവും മർദ്ദനവും നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശത്തിന് വഴങ്ങി പോലീസ് കാണിച്ച ഈ ക്രൂരത അങ്ങേയറ്റം ശക്തമായി ഞാനത് അപലപിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളുടെ മുതലാളിമാർ വാതോരാതെ പ്രസംഗിക്കും. പക്ഷെ അത് പ്രാവർത്തികമാക്കുന്ന ആരും വിചാരിക്കണ്ട കേട്ടോ. പോലീസ് മാമന്മാർക്ക് നിങ്ങളുടെ ആപ്തവാക്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? മൃദുഭാവേ ദൃഢകൃത്യേ. അല്ല, ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഇനി പറയാൻ പോണത് ഗുണ്ടകളുടെ ചങ്കായ, ഗുണ്ടകളുടെ കണ്ണിൽ ഉണ്ണിയായ ഒരു ഡിവൈഎസ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി കൊടുക്കാനുണ്ടെങ്കിലേ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു. നമ്മുടെ പോലീസ് ഏമാമാരൊക്കെ ഇപ്പൊ ഗുണ്ടകളുടെ കൂടെ പാർട്ടി മോഡിലല്ലേ? കഴിഞ്ഞ ദിവസം ഗുണ്ടാ തലവൻ പമ്മനം ഫൈസലിന്റെ വീട്ടില് ഒരു പാർട്ടി നടത്തി. ആ വിരുന്നിലെ മെയിൻ ഗസ്റ്റ് ആരാ? ഡിവൈഎസ്പിയും ബാക്കി പോലീസുകാരും. ഗുണ്ടയും പോലീസും തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു പ്രത്യേകതരം നാടാണ് ഇവിടെ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയാ ഇവന്. ഗുണ്ടകളുടെ കൂടെ ചിൽ ചെയ്തിരിക്കുകയായിരുന്നു നമ്മുടെ ഡിവൈഎസ്പി. അപ്പോഴാണ് അങ്കമാലി സിഐയുടെ നേതൃത്വത്തിൽ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത്. പണി പാളിയെങ്കിലും നമ്മുടെ ഡിവൈഎസ്പി ആരാമോൻ വേഗം ഓടിക്കേറി വാഷ്റൂമിൽ ഒളിച്ചിരുന്നു. ആ സമയത്ത് ഈ RHSലെ കൂടി ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരെയും ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. ഡിവൈഎസ്പിനെ കൂടാണ്ട് ഡിവൈഎസ്പിയുടെ ഡ്രൈവറും ക്രൈംബ്രാഞ്ച് ഓഫീസിലെ പോലീസുകാരനും വിജിലൻസ് ഉദ്യോഗസ്ഥനും ഒക്കെ ഉണ്ടായിരുന്നു. ആഹാ, മുടുക്കന്മാർ. പോലീസ് ആസ്ഥാനം ഗുണ്ടകളുടെ വീട്ടിലേക്ക് മാറ്റിയോ? ഇല്ല, DSP എന്റെ വീട്ടിൽ വന്നിട്ടില്ല. എന്താണ് ഇതിന്റെ കഥ എന്ന് സത്യാവസ്ഥ എനിക്ക് അറിയാൻ പാടില്ല. എന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് വന്നിരുന്നു. പോലീസ് വന്നിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. എന്നാലും ഡിവൈഎസ്പിക്ക് പണി കിട്ടിയത് കറക്റ്റ് ടൈമിലാണ് കേട്ടോ. 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാറ് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഡിവൈഎസ്പി ഗുണ്ട ഫ്രണ്ട്ഷിപ്പ് കണ്ടതും റിട്ടയർമെന്റിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കെട്ടിയ പന്തല് വരെ ബാക്കി പോലീസുകാർ അഴിപ്പിച്ചു. കഷ്ടം തന്നെ മുതലാളി. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ. ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കാൻ വൈകാറുണ്ടെങ്കിലും ഗുണ്ടകളുടെ വിരുന്നുണ്ണാൻ ചെല്ലാൻ നമ്മുടെ പോലീസ് മാവന്മാര് വൈകാറില്ല. എല്ലാം കറക്റ്റ് ആയിരിക്കും. പോലീസുകാര് ഗുണ്ടകളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഗുണ്ടകൾ സ്വപ്നം കണ്ട ആ കിനാശേരി നമ്മുടെ പോലീസ് മാവന്മാര് തന്നെ യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കുകയാണ്. വെൽഡൻ സാറുമാരെ. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇന്ന് നാളെ കാണാം. നന്ദി, നമസ്കാരം.